നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മളൊക്കെ കൂടുതൽ സേഫ് ആണെന്ന് കരുതി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം നമ്മൾ സംസാരിക്കുന്ന ഡാറ്റകൾ, സംസാരിക്കുന്ന ശബ്ദങ്ങൾ, അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ലേഷൻസ്, അതുപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലേക്കും വെബ്സൈറ്റുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡാറ്റകളൊക്കെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഗൂഗിൾ ആയാലും നമ്മുടെ മൊബൈൽ ഫോണിലെ ചില ഫീച്ചറുകളൊക്കെ ഉപയോഗിച്ച് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ അത് അറിയില്ല, അത് എവിടെയാണ് ഇത്തരത്തിൽ ഈ നമ്മുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അപ്പം ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ ID കാണും, ജിമെയിൽ അക്കൗണ്ട് കാണും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഓൾ സർവീസ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിൽക്കി യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അധികം ആളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഇത് ഓൺ ആയി കിടക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ആവശ്യമില്ലാതെ, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഡാറ്റകളും നിങ്ങളുടെ വോയിസുകൾ, നിങ്ങൾ സംസാരിക്കുന്ന വോയിസുമായി ബന്ധപ്പെട്ടുള്ള ആഡ്സുകൾ, കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസുകൾ, നിങ്ങൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം ഇത് നമ്മുടെ ഡാറ്റകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ട് മുകളിലായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഞാൻ നേരത്തെ ഇത് കുറേയൊക്കെ ഓഫ് ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഒരുപാട് കാണാത്തത്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഒരുപാട് ആപ്പുകൾ അത്തരത്തിൽ ഓൺ ചെയ്തെടുക്കുന്നുണ്ടാവും. ഇവിടെ ഏറ്റവും മുകളിൽ വായിച്ച് നോക്കുക പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ. നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങളുടെ ഈ ആപ്പുമായിട്ടും ഇതുപോലെ ഒരുപാട് ആപ്പുകൾ ചില ഫോണിൽ കാണാൻ സാധിക്കും. അതിൽ നിന്നുള്ള ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യപ്പെടും. തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കും ആപ്പുകളിലേക്കൊക്കെ ഗൂഗിൾ നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു പെർമിഷനാണിത്. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം ഓഫ് ചെയ്യാണ്. നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ ഡാറ്റ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ഗൂഗിൾ മാപ്പാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ഡാറ്റകൾ, നിങ്ങൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്, എവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ള ഡാറ്റകൾ ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ മാപ്പും ജിമെയിലിനകത്ത് നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചാറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഗൂഗിളിലൂടെ നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കുക ഡിവൈസ് ചോയ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസ് കോൺടാക്റ്റ്, നമ്മുടെ കോൺടാക്റ്റ് നമ്പറുകളൊക്കെ മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അതായത് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഓഫ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റേണൽ മീഡിയ, നമ്മുടെ ഓഡിയോസ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടും, അതും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഒരുപാട് ഓഫ് ചെയ്ത് വെച്ചതും ഒഴിവാക്കിയതും കൊണ്ടേ ഇത്തരത്തിൽ ഒരുപാട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇവിടെ നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 സെറ്റിങ്സിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.